ടീച്ചറിന്റെ കുഞ്ഞുമക്കളെ നമസ്കാരം പറഞ്ഞേ. നമസ്കാരം. സന്തോഷായിട്ടല്ലേ ഇരിക്കണേ? ക്ലാസ് ഒക്കെ കേൾക്കാനും പഠിക്കാനും റെഡി ആയിട്ടല്ലേ ഇരിക്കണേ? പഠിച്ചാലോ? പുതിയ 2 വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചാലോ? ഓക്കെ ആണോ? റെഡിയാണോ? ഓക്കെ, എന്നാ വായോ നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കേണ്ട, എന്നാലാണ് പഠിക്കാൻ പറ്റുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതട്ടെ ടീച്ചർ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മള് പാ പഠിച്ചിട്ടുണ്ട് അല്ലേ? പാ പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോ അത് തന്നെയല്ല, അതിനോട് ചേർന്ന് വരുന്ന രീതിയിൽ എളുപ്പമാണ്. പാ പഠിച്ചിട്ടില്ലേന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം ശ്രദ്ധിക്കട്ടാ. ഇങ്ങനെ എഴുതുക. ചെറിയ റ അല്ലേ? പാ എഴുതുന്ന പോലെ എഴുതുക. എന്നിട്ട് വലിയ കണ്ട കുഞ്ഞിറ, പിന്നെ ഒരു വര, പിന്നെ വലിയ റ. നിങ്ങളെ അറിയാൻ വേണ്ടി അക്ഷരം എഴുതുന്നത് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇങ്ങനെ മുറിച്ച് 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 എഴുതിയത്. മനസ്സിലായോ? ഇങ്ങനെയല്ല എഴുതേണ്ടത്. ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുന്നു. മലയാള അക്ഷരം എവിടെ നിന്നാണോ തുടങ്ങുന്നത് അത് എൻഡ് ചെയ്യുമ്പോൾ മാത്രമേ കൈയെടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? ഇതിപ്പോ നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിലാണ് ടീച്ചർ അങ്ങനെ കാണിച്ചു തന്നത്. ഓക്കെ, ചെറിയ റാ എഴുതുന്നു. കുഞ്ഞിതായിട്ട് റാ എഴുതും. ഇത് വരയ്ക്കുന്നു. വലുതായിട്ട് കേട്ടോ. ഈ അക്ഷരമാണ് ഹ. ഒന്ന് പറഞ്ഞേ. ഹ ഒന്ന് പറഞ്ഞേ, കേക്കട്ടെ ടീച്ചർ. ഒപ്പം പറയാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഹ എഴുതാം. ഹ. ചെറുതായിട്ട് റാ എഴുതും. ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ വലുതായിട്ട്. ഇതെന്താണ്? ഹ. എന്ന് പറഞ്ഞേ. ഹ. എന്താണിത്? ഹ. നമുക്ക് ഉദാഹരണം എഴുതാം. അപ്പോഴാണ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ആ ശബ്ദം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹ. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ വ്യഞ്ജനാക്ഷരം. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. ഹ. ഓക്കെ, എന്താണിത്? ഹ ആ. അപ്പൊ എന്താ വരിക? ഹാ. എന്താണ്? ഹാ. ഹ ആ. ഹാ. കിട്ടിയോ? നെക്സ്റ്റ്, ഇതേതാണ് അക്ഷരം? നമുക്കറിയാലോ. രാ. രാ. ഓക്കെ, ഇതേതായിരിക്കും ചിഹ്നം? അം അല്ലേ? രാ അം, രം. ഓക്കെ, അപ്പോ ഹ ആ ഹ
വായിക്കുമ്പോ എങ്ങനെയാ വരിക? ഹാരം. എന്താണ്? ഹാരം. നോക്കിയേ, ഹാരം. കണ്ട? എന്ന് പറഞ്ഞേ, ഹാരം. ഹാരം. എന്താണ് ഈ ഹാരം? നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ, ഹാരം. ഇതേ വാക്ക് തന്നെയല്ല പഠിച്ചിരിക്കുന്നേ, പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ടീച്ചർ പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇതാണ് ഹാരം. ഇതിന് വേറൊരു പേര് പറയുമല്ലോ, എന്താ പറയാ? എന്താ പറയാ? മാല. മനസ്സിലായോ? ഹാരം, മാല. ഹാരം എന്നും ഇതിനെ പറയും. ഹാരം. ഹാരം പറഞ്ഞേ, ഹാരം. ഹാരം എന്നും ഇതിനെ പറയും, മാല എന്നും ഇതിനെ പറയും. മാല, ഹാരം എന്ന് രണ്ട് വാക്കിൽ പറഞ്ഞാലും ഇതെന്താണ്? ഇത് തന്നെയാണ് സംഭവം. കിട്ടിയോ? ഓക്കെ. ഇനി ഒരു വാക്കും കൂടെ നമുക്ക് എഴുതാം, അപ്പൊ കിട്ടും. ഒരു വാക്കും കൂടെ നമുക്ക് ഉദാഹരണം എഴുതാം. ഉദാഹരണം എഴുതി അടുത്തത് ശ്രദ്ധിച്ചിരിക്കുക. ഇതെന്താണ്? ആ, ഇതെന്താണ്? ഹാ, ആ, ഹാ. ഇതെന്താണ്? രം. രം. ഇത് കൂട്ടി വായിക്കുമ്പോ എങ്ങനെയാ വരിക? ഒന്ന് നോക്കി. ആ, ഹ, ആ, ഹാ, രം. രം. മുഴുവനായിട്ടും വായിക്കുമ്പോ എങ്ങനെയാ വരിക? പറ. ആഹാരം. എന്താണ്? ആഹാരം. നോക്കിയേ. ആ, ഹാ, രം. ആഹാരം. എന്താണ്? ആഹാരം എന്ന് പറഞ്ഞേ. ആഹാരം. കിട്ടിയോ? എന്താ അത്? ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഹാരം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. എന്താണ്? ഭക്ഷണം, ഫുഡ്. അതാണ് ആഹാരം. നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണത്തെ, ഏത് ഫുഡിനെയും പറയുന്നതാണ് ആഹാരം. ആഹാരം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ്? ഭക്ഷണം കഴിക്കുന്നില്ലേ, ഫുഡ് കഴിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? കിട്ടിയോ? അപ്പൊ ഹാരം, ആഹാരം. ഹാരം എന്താണ്? മാല. ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ്, ഭക്ഷണം. ഓക്കെ, കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? അടുത്ത അക്ഷരത്തിലേക്കും വാക്കിലേക്കും പോയാലോ? ഓക്കെ, യെസ്. നമുക്ക് അടുത്ത അക്ഷരവും വാക്കും പഠിക്കാം. ശ്രദ്ധിക്കട്ടോ. അടുത്ത അക്ഷരം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ക്ലാസ്സില് ശ്രദ്ധിച്ചിരിക്കുക. എന്താണ്? ഇതേതാണ് ഈ അക്ഷരം? ഞങ്ങൾ പഠിച്ചിട്ടില്ല ടീച്ചറെ, പിന്നെ എങ്ങനെയാണല്ലേ? ടീച്ചർ പറഞ്ഞു തരാം. ഇത് ടീച്ചർ ഇപ്പൊ എഴുതിയത് കണ്ടോ? നിങ്ങള് എഴുതിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇത് എഴുതിയത് എങ്ങനെയാന്ന് നോക്കിയേ. നമ്മള് റാ എഴുതിയില്ലേ?
അതുപോലെ എന്ത് ചെയ്തു, ഇത് തിരിച്ചിട്ടു. കണ്ടാ? എന്നിട്ട് ഇങ്ങനെ അല്ലേ? എളുപ്പമല്ലേ എഴുതാനായിട്ട്? എളുപ്പമാണല്ലോ. ഓക്കെ, അപ്പോ നോക്കുക, ഇങ്ങനെ എഴുതുക, കൈ എടുക്കരുത്, ഇങ്ങനെ. കണ്ടാ? ഇതേതാണ് ഈ അക്ഷരം എന്നറിയോ? യ. ഏതാണ്? യ. ഒന്ന് പറഞ്ഞേ. യ. കിട്ടുന്നുണ്ടോ? യ. യ. കിട്ടിയോ? യ. വാക്ക് പറയാം, അപ്പൊ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും. ശ്രദ്ധിക്കട്ടാ. വാക്ക്, ഒന്നാമത്തെ വാക്ക് ഇതേതാണ് അക്ഷരം? ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? മ അല്ലേ? മ. എന്താണ്? ഇപ്പൊ പഠിച്ചതാണല്ലോ നമ്മള്. യ. മ യ. കൂട്ടി വായിക്കുമ്പോ മഴ. എന്താണ്? മ യ. മഴ. പറഞ്ഞേ. മഴ. മഴ എന്ന് പറഞ്ഞാൽ എന്താ? റെയിൻ. എന്താണ്? റെയിൻ. നമുക്ക് റെയിൻ കിട്ടാറില്ലേ? റെയിൻ കിട്ടാറില്ലേ? മഴ ഉണ്ടാവാറില്ലേ? ഇല്ലേ? മഴ കണ്ടിട്ടില്ലേ? ആകാശത്തൂന്ന് വരുന്നത് അല്ലേ? അതാണ് മഴ അല്ലേ? ആകാശത്ത് നിന്ന് വരുന്ന വെള്ളം എന്താണ്? മഴ അല്ലേ? മഴ കാണാത്തവരാരും ഇല്ലല്ലോ. എല്ലാരും മഴ കണ്ടിട്ടില്ലേ? യെസ്. അപ്പൊ റെയിൻ എന്നതിന് പറയുന്ന പേരാണ് എന്ത്? മഴ. 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 കിട്ടിയോ? മഴ. അടുത്തൊരു വാക്ക് പഠിച്ചാലോ? അപ്പൊ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അടുത്ത വാക്ക് ശ്രദ്ധിച്ചിരിക്കുക. ഇതെന്താണ്? പ അല്ലേ? പ. ഇതെന്താണ്? ഴ. എന്താണ്? ഴ. കിട്ടിയോ? ഴ. പ ഴ. അനുസ്വാരം അല്ലേ? അപ്പൊ എങ്ങനെയാ? ഴ യം. എന്താണ്? യം. ര അം യം. ഓക്കെ, കൂട്ടി വായിക്കുമ്പോ പ യ അം. എന്താണ്? പഴം. എന്താണ് പഴം? നമ്മൾ നേരത്തെ കണ്ടിരുന്നുല്ലോ. പഴം എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ അല്ലേ? എന്താണ് പഴം? ഇതാണ് പഴം. കണ്ടാ? ഇല്ലേ? ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, എന്തായിരുന്നാലും പഴം തന്നെയാണ്. ഫലം എന്ന് പറയുന്നത് തന്നെയാണ് പഴം. ഫലം എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് പഴം എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ്. അതാണ് പഴം. കിട്ടിയാ? നോക്കിയേ. മഴ. സോറി, മഴ. പഴം. പഴം. പഠിച്ചോ? രണ്ട് വാക്ക് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് അക്ഷരം പഠിച്ചു. അതുപയോഗിച്ചിട്ട് വരുന്ന രണ്ട് വാക്കുകളും നമ്മൾ പഠിച്ചു. ക്ലിയർ ആയില്ലേ? ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? ഏതൊക്കെയാണ് അക്ഷരങ്ങൾ പഠിച്ചത്? ഹ. അതുപയോഗിച്ച് നമ്മൾ എന്തൊക്കെ വാക്കുകൾ ഉണ്ടാക്കി? നോക്കിയേ. ഹാരം. അടുത്തത് ആഹാരം അല്ലേ? ഹാരം, ആഹാരം. കിട്ടിയില്ലേ? അടുത്ത അക്ഷരം ഴ. 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 കണ്ടാ? നമ്മള് എഴുതിയില്ലേ?
ഇങ്ങനെയല്ലേ നമ്മൾ എഴുതിയത്? ഏറ്റവും എളുപ്പത്തിന് പറഞ്ഞു തരാലോ ടീച്ചർ. നമ്മള് പഠിച്ചില്ലേ? അതെന്ത് ചെയ്യണം? തിരിച്ചിടണം. അത്രേ ഉള്ളൂ. എന്താണ്? അപ്പൊ ഇനി അത് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് മഴ. എന്താണ്? പഴം. മഴ, പഴം. കിട്ടിയോ? ഓക്കെ, നന്നായിട്ട് പഠിക്കാട്ടാ. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സിൽ എടുത്തത് അക്ഷരങ്ങളും വാക്കുകളും കൂടുതലായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കുറച്ചും കൂടെ നന്നായിട്ട് സമയമെടുത്ത് പഠിക്കണം. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ. ഓക്കെ, അപ്പോഴാണ് വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ മനസ്സിൽ പതിയുള്ളൂ. ടീച്ചർ എപ്പോഴും പറയാനുള്ള കാര്യം മറക്കണ്ട, 15 മിനിറ്റ് മാറ്റി വെക്കണം. എഴുതി പഠിക്കാനും വായിച്ചു പഠിക്കാനും അക്ഷരങ്ങൾ അറിയാൻ. നമുക്ക് വായിക്കാൻ പറ്റണ്ടേ? വലിയ വലിയ സെന്റൻസുകളൊക്കെ വായിക്കണ്ടേ? ഒരു ബുക്ക് വായിക്കണ്ടേ നമുക്ക്? ഓക്കെ, നന്ദി, ശുഭദിനം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.